നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന തമിഴ് ചിത്രം സ്വർഗ്ഗവാസൽ. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ചിട്ടും ആൾക്കാരില്ലാത്തതിനാൽ കാണാൻ സാധിച്ചില്ല, ഷോ നടന്നില്ല. അതിനെ കളിയാക്കിയൊക്കെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. പത്തനംതിട്ടയിലേക്ക് ഒന്ന് വന്നു നോക്കണം, വലിയ പ്രൊമോഷൻ അല്ലെങ്കിൽ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ചില ഷോസിനൊക്കെ ആൾക്കാരെ കിട്ടാൻ വലിയ പാടാണ്. വളരെ ആഗ്രഹിച്ചു പോകുമ്പോൾ 3ഉം 5ഉം ടിക്കറ്റ് എടുത്ത് പടം കണ്ടുകൊണ്ടിരുന്ന കാലവും ഉണ്ടായിരുന്നു. ഗാർഗിയും രേഖയും ഒക്കെ അങ്ങനെയാണ് കണ്ടത്. ഇപ്പോൾ കുറച്ചു കാലമായി അങ്ങനെയുള്ള ശീലങ്ങളില്ല എന്ന് മാത്രം. അങ്ങനെ ഐശ്വര്യ തിയേറ്ററിൽ 2 ദിവസങ്ങളിലായി 3 ഷോസിന് ഞാൻ ഈ സിനിമ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, വേറെ ആരും വരാത്തതുകൊണ്ട് ഷോ നടന്നില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോഴാണ് എനിക്കും കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം സ്വർഗ്ഗവാസലാണ്. സിദ്ധാർത്ഥ വിശ്വനാഥ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ RJ ബാലാജി, സെൽവരാഘവൻ, ഷറഫുദ്ദീൻ, സാനിയ അയ്യപ്പൻ, ഹക്കിം ഷാ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത്. ഒരു ജയിൽ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. 1999 കാലത്ത് മദ്രാസ് സെൻട്രൽ ജയിലിൽ ഒരു സംഭവം നടക്കുകയും കുറച്ചുപേര് മരണപ്പെടുകയും ചെയ്യുന്നു. ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ വരുന്നതും ആ ചോദ്യം ചെയ്യലുകളിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളിലൂടെയുള്ള യാത്ര എന്ന നിലയിലാണ് സംവിധായകൻ ചിത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബിൽഡപ്പ് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെങ്കിലും ഒരു മികച്ച സിനിമാ അനുഭവം എന്നതിലേക്ക് എത്താൻ സ്വർഗ്ഗവാസലിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പാർത്ഥിപൻ എന്ന കഥാപാത്രമായാണ് RJ ബാലാജി എത്തുന്നത്. എൻ്റെ ഓർമ്മയിൽ ഇത്രയും സീരിയസ് ആയ ഒരു വേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ ജയിലിലെത്തുന്നതും തുറന്നാണ് ആ കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകരും വിശദമായിട്ട് അറിയുന്നത്. മികച്ച രീതിയിൽ തന്നെ ആ കഥാപാത്രത്തിൻ്റെ ആർക്ക് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തൻ്റെ സാഹചര്യവും നിസ്സഹായ അവസ്ഥയും എന്നതിൽ ആ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസിനെയൊക്കെ എഫക്റ്റീവായി സ്ക്രീനിൽ കൊണ്ടുവരാനും RJ ബാലാജിക്ക് സാധിച്ചിട്ടുണ്ട്. ജയിലിലെ ഒരു ആക്ഷൻ സീനും അതിനുശേഷമുള്ള പ്രകടനമൊക്കെ കൊള്ളാമെന്ന് തന്നെയാണ് തോന്നിയത്. ജയിലിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സിഗ എന്ന ജയിൽ പുള്ളിയായാണ് സെൽവരാഘവൻ എത്തുന്നത്. ജയിലിനകത്ത് അയാളുടെ ഇടപെടലുകൾ, കമാൻഡിങ് പവറൊക്കെ കൺവിൻസിംഗ് ആയി തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കും ആ ഒരു ഫീലുണ്ട് ഇയാൾ ശരിക്കും ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. SP ആയ സുനിൽ കുമാർ ആയാണ് ഷറഫുദ്ദീൻ എത്തുന്നത്. തുടക്കത്തിൽ ഈ ഡബ്ബിംഗ് ഒരു സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു, പിന്നീടാണ് ഓക്കെ ആയത്. പ്രകടനം നോക്കുകയാണെങ്കിൽ രണ്ടാം പകുതിയിൽ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ഷറഫുദ്ദീൻ മികച്ച രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. തൻ്റെ താല്പര്യങ്ങൾ ശരിയാക്കിയെടുക്കാനുള്ള വഴികളും അതിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതും ആയ ചില കൗശല പരിപാടികളൊക്കെ രസമായി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കട്ടബൊമ്മൻ എന്ന പോലീസ് ഓഫീസറായാണ് കരുണാസ് എത്തുന്നത്. സിനിമയിലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥാപാത്രമായിട്ടാണ് തോന്നിയത്. നന്നായി ചെയ്തിട്ടുമുണ്ട്. ഹക്കിം ഷായുടെ കഥാപാത്രം എന്നത് പെട്ടെന്ന് എടുത്തിയാടി പ്രതികരിക്കുന്ന, എങ്കിൽ കൊന്നിട്ട് തന്നെ കാര്യം, അല്ലാതെ ആലോചിച്ച് തീരുമാനത്തിലെത്താൻ നിൽക്കാതെ പ്രതികരിക്കുന്ന ആ ടൈപ്പ് കഥാപാത്രമാണ്. ഉടനീളം ആ ഒരു ഫീലിൽ തന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. പാർത്ഥിപന്റെ ഭാര്യ കഥാപാത്രമായി സാനിയ അയ്യപ്പനും എത്തുന്നുണ്ട്. നടരാജൻ സുബ്രഹ്മണ്യനാണ് അന്വേഷണ കമ്മീഷന്റെ ഓഫീസറായിട്ടെത്തുന്നത്. രസമായി തന്നെ റോൾ ചെയ്തിട്ടുമുണ്ട്. കഥയുടെ ഭൂരിഭാഗവും ജയിലിൽ വെച്ചാണ് നടക്കുന്നത്. അവിടുത്തെ ഓരോ കഥാപാത്രങ്ങളെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ സിനിമ സമയമെടുക്കുന്നുണ്ട്. ജയിലും അതിൻ്റെ അകവും നോക്കുമ്പോൾ ആർട്ട് വർക്ക് കൊള്ളാമായിരുന്നു. കലാപവുമായി ബന്ധപ്പെട്ട സീനുകളൊക്കെ നോക്കിയാൽ ഛായാഗ്രഹണവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ സംഭവങ്ങളെ കുറെ കൂടെ ഇൻറ്റൻസ് ആയി തന്നെ നമുക്ക് ഒരു ഫീൽ ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയറിന്റെ പശ്ചാത്തല സംഗീതവും സിനിമയെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പശ്ചാത്തലവും കഥ പറച്ചിലും നോക്കിയാൽ ഇൻട്രസ്റ്റിംഗ് ആയ പരിപാടി തന്നെയാണ് സ്വർഗ്ഗവാസൽ സമ്മാനിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങൾ അവരുടേതായ ലക്ഷ്യങ്ങൾ എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ സബ് പ്ലോട്ടുകൾ കൂടെ വന്ന് തിരക്കഥ ടൈറ്റ് ആവുന്നതുമുണ്ട്. തുടക്കത്തിൽ ഇത് മികച്ച രീതിയിൽ പോകുമ്പോൾ പിന്നീട് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി ഈ സബ് പ്ലോട്ടുകൾ കൊണ്ടുവരാൻ പറ്റിയെന്ന് തോന്നിയില്ല. മോശമാണെന്നല്ല, തുടക്കത്തിലെ ആ ഒരു ടൈറ്റ് പാക്ക് അവസ്ഥ പിന്നീട് കാണാൻ സാധിച്ചില്ല എന്ന് മാത്രം. ഓവറോൾ ഒരു വാച്ചബിൾ സിനിമ എന്ന നിലയിലാണ് എനിക്ക് ഇത് അനുഭവപ്പെട്ടത്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.